സിദ്ധു ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? അച്ഛനിപ്പൊ പഴയതുപോലെയൊന്നുമല്ല. മരുന്നൊക്കെ കഴിക്കാൻ എന്തൊരു മടിയാന്നറിയോ. എന്നിട്ട് ബാക്കിയുള്ളവരെ കാണുമ്പോ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കും. അവരെത്രയൊന്നും പറഞ്ഞ ലച്ചൂസെ മരുന്ന് കഴിക്കുക, അവർക്കും അടുപ്പിടിക്കത്തില്ലേ? ഈ പറഞ്ഞ നമ്മള് കൃത്യസമയത്തൊക്കെ മരുന്ന് കഴിക്കേണ്ടി വന്നാൽ കഴിക്കാറുണ്ടോ? ലച്ചൂസ് കൃത്യമായിട്ട് മരുന്ന് കഴിക്കാറുണ്ടോ? എനിക്കെന്താ കുഴപ്പം മരുന്ന് കഴിക്കാൻ? ഞാനതല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ പ്രായമായി വരുവാണല്ലോ, അപ്പൊ സമയത്തിന് മരുന്നൊക്കെ കഴിച്ചാലല്ലേ ആരോഗ്യം നന്നാവുള്ളൂ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മള് മൈസൂർ പോവാ, ഊട്ടി പോവാം, ബാംഗ്ലൂർ പോവാ, അവിടെ പോവാ, ഇവിടെ പോവാ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എവിടെയും പോയിട്ടില്ല. ഇപ്പൊ എവിടെയും പോണ്ടേ അളയാ? ഡിസംബറൊക്കെ ആയില്ലേ, നമുക്കേ പോവാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കനകാന്റി ഉണ്ടല്ലോ അളിയാ, ആന്റി എന്താടാ ഇത്? എവിടെങ്കിലും ഇരിക്കാൻ സുഖം കിട്ടണ്ടേ? ആകാശം ഇരുന്നൂടെ? എവിടെയെങ്കിലും പറയടാ. പോകില്ലേ? അളിയാ, നമ്മുടെ കനകാന്റി ഉണ്ടല്ലോ, ആന്റി ഇങ്ങനെ മധുരേ പോണം എന്ന് പറഞ്ഞോണ്ടിരിപ്പുണ്ട്. അത് നീ വന്നിട്ട് മധുരേ പോവാന്നും പറഞ്ഞാണ് ഇത്രേ നാൾ ആ പോക്ക് അങ്ങ് നീട്ടി വെച്ച്. മധുരൈ എന്റെ പൊന്നളി, എന്തിനാടാ ഇത്ര ഉറക്കം വിളിക്കുന്നത്? പയ്യെ വിളിച്ചൂടെ നിനക്ക്? ചില സമയത്ത് ഈ ചെറുക്കന്റെ വിളിന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. എന്തൊരു കാലാവസ്ഥയാണ് ഇവിടെ. മഴ മാറിയാ വെയില് മാറിയാ വീണ്ടും മഴ. ഇത് എവിടെ പോയിട്ട് പറഞ്ഞു നീ? കേശോ, എതുക്കടാ കൂപ്പിട്ട? കനാന്റി, സംഭവമൊന്നുമില്ല. നമ്മളിങ്ങനെ മധുര പോകുന്ന കാര്യം ഇങ്ങനെ സംസാരിച്ചു. ഞങ്ങളങ്ങനെ ഡേറ്റ് ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല, പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. ബാറ്ററിയിലാണോ ഓടുന്നേ? പൊന്നളിയാ, വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ടേ? ഈ ആവേശത്തിന്റെ പുറത്ത് പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. ഇത് വേറൊരു സംഭവം ഉണ്ടായി ചേച്ചി. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുമായിരുന്നു. നോക്കുമ്പോ വഴിയില് ഷിബു റോക്സ്. പക്ഷെ ഞാൻ മുന്നിൽ കൂടെ നടന്നു പോയിട്ട് പോലും പുള്ളി എന്നെ ശ്രദ്ധിച്ചില്ല. എന്താ? ഒരേ ഫോം വിളി. ഇപ്പൊ ബിസിനസ്സിലൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ ആണേ. இவங்க எல்லாரும் சொன்னாங்கம்மா போற விஷயம் கேளுங்க. എന്റെ പൊന്ന് കനകാന്റി, ആന്റി ഫസ്റ്റ് അടങ്ങ. പോണ കാര്യം ഇവിടെ ആരും പറഞ്ഞില്ല. പോകുന്ന കാര്യത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിന്റെ ആദ്യത്തെ ഘട്ടം ആയതേ ഉള്ളൂ. டே கேசு, அப்ப நீ என்ன ஏமாத்தின அப்படிதானே? ആന്റി അങ്ങനല്ല, നമുക്ക് പയ്യെ 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 പ്ലാൻ ചെയ്യാം. ഓക്കെ? ഞാൻ മര്യാദക്ക് അടുക്കള ജോലി ചെയ്തോണ്ടിരുന്നതാ, എന്നെ പിടിച്ചു വലിച്ചിവിടെ കൊണ്ടു നിർത്തി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, രണ്ടുപേരും അടുക്കളയിൽ പോയിരുന്ന് ജോലി ചെയ്തോ. ശിവ, നീ എന്താ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നില്ലേ? ആ കാര്യം. പുള്ളിക്ക് കാശിന്റെ എന്താണ്ട് അത്യാവശ്യം ഇപ്പൊ ഉണ്ട്. ആർക്ക്? റോക്സിന് അല്ലാണ്ട് ആർക്ക്? അപ്പം ഞാനിങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന കേട്ടേ 2 ലക്ഷം രൂപ വേണോ അത്രേ. അതായത് പുതിയ ഫോണിന് അത്ര സെയിലില്ല, സെക്കൻഡ്സിനാണ് കൂടുതൽ സെയില്. ഞാനിതൊക്കെ കേട്ടപ്പോഴത്തേക്കും പിന്നെ അവിടെ ചെന്ന് നിന്ന് സംസാരിച്ചു. ഞാനിങ്ങനെ മനസ്സിൽ തോന്നിയപ്പോഴത്തേക്കും പറഞ്ഞു, കാശിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ നമ്മുടെ അളിയൻ നല്ലൊരു മനുഷ്യനാണ്, അളിയൻ ചിലപ്പോ കാശൊക്കെ തന്ന് സഹായിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ കേശുവിനോട് കാര്യം ചെന്ന് പറഞ്ഞാൽ കേശുവും ഞാനും കൂടെ അളിയനോട് പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ അങ്ങനെ സമ്മതിക്കാണ്ടിരിക്കത്തില്ല, അളിയൻ തീർച്ചയായിട്ടും എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലാന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടോ, അങ്ങനെ പൈസ വെറുതെ ഒന്നും തരത്തില്ല, പൈസ തരുവാണെങ്കിൽ കൃത്യസമയത്തിന് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം കേശു അളിയനോട് ഇങ്ങനെ പറഞ്ഞേ, അല്ല റോക്സിനോട് പറഞ്ഞേ അളിയനോട് ഇങ്ങനെ കാശൊക്കെ ചോദിച്ചാൽ തരുന്നേ. ഇപ്പൊ ആളെയാ ഒരുത്തന്റെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ കാശ് കൊടുക്കുന്നുണ്ട്, അത്ര വലിയ തെറ്റൊന്നുമില്ല. പിന്നെ അവനിപ്പോ അത്യാവശ്യം മര്യാദക്കാരനൊക്കെ ആയി നന്നായി വരികയാണല്ലോ. ഇപ്പൊ ഒരു ഉന്തിന്റെ കൂടെ ഒരു തള്ളും കൂടാൻ കൂടെ ചിലപ്പോ രക്ഷപ്പെട്ടു പോയല്ല. കാശുണ്ടെങ്കിൽ കൊടളിയാ, കാശില്ല കൊടുക്കാൻ. കാശില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? 2 ലക്ഷം രൂപ. സിദ്ധുവേ, നിന്റെ ആലോചന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ കൂടുതൽ അങ്ങോട്ട് ആലോചിക്കണ്ട, നിർത്തിക്കോ. ഓക്കെ, 2 ലക്ഷം രൂപ ഒന്നും എന്താണെന്ന് നടക്കത്തില്ല. വല്ല 1 ലക്ഷം രൂപ ഒക്കെ ആണെങ്കിൽ ആലോചിക്കാം. അത് മാത്രമല്ലടാ അളിയാ, നമ്മളതൊക്കെ കൊടുത്ത തിരിച്ചു തരുമോ അവൻ? അവൻ തിരിച്ചു നമുക്ക് അവന്റെ കട മൊത്തം തൂത്ത് വരിക്കൊണ്ട് വരാളിയാ. തിരിച്ചുതരും. കട തൂത്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല, തിരിച്ചു തരും അളിയാ. പിന്നെ അല്ല, അപ്പൊ നീ എന്ത് ചെയ്യാൻ പോന്ന്? കൊടുക്കാൻ പോന്ന? നോക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അളിയന് എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുണ്ട്. ഞാൻ അത് തന്നെ റോക്സിന്റെ അടുത്തും പറഞ്ഞത്. ഓ, ഇതൊക്കെ പറഞ്ഞായിരുന്നല്ലേ? പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്റെ അളിയനെ. ചേച്ചിക്ക് കിട്ടിയ പുണ്യമാണ് അളിയൻ. ഒന്നും കൂടെ ആലോചിച്ചിട്ട്. ഇല്ല, അളിയൻ ആലോചിച്ചു, സെറ്റാണ്. ഗുഡ്.